ആദ്യമായി നമ്മൾ തുടങ്ങുന്നത് ഷഫീഖ് റഹ്മാനിൽ നിന്നാണ്. ഇദ്ദേഹം ഫ്ലൈടെക്കിന്റെ മലയാളികളുടെ ചരിത്രത്തിൽ പ്രേമം ഇതുവരെ നശിക്കാത്ത നമ്മളുടെ ഷഫീഖ് റഹ്മാൻ. പിന്നെ ഇദ്ദേഹം എന്ന് പറയുന്നത് നമ്മളുടെ തബലയാണ്. ഷഫീഖിന്റെ ഇരട്ട സഹോദരൻ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. ഇതാണ് ചാത്തൻ. പല പല പേരിൽ ഇദ്ദേഹം അറിയപ്പെടുന്നു. മായച്ചാത്തൻ, പാറച്ചാത്തൻ, പിന്നെ ആകെ മൊത്തം കുട്ടിച്ചാത്തൻ. ആകെ മൊത്തം ഒരു ചാത്തൻ ലുക്ക് തന്നെയാണ് അദ്ദേഹത്തിന്. ഇതാണ് സായൂജ്. ഇദ്ദേഹം ഷാരൂഖ് ഖാൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു. ഇത് ദേവസി. ക്ലാസ്സിൽ ഉറക്കത്തിന്റെ ശീലങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന വിപിൻ ദേവസി, എരുമത്തലയിൽ നിന്ന്. ഇതാണ് എല്ലാവരുടെയും പ്രിയങ്കരനായ കൊട്ടേഷൻ അഥവാ ചിരിക്കുട്ടൻ. ചിരിച്ച് ആയുസ് കൂട്ടി 250 കൊല്ലം ജീവിച്ചിരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിരിക്കുട്ടൻ ഇതാണ് രാഹുൽ വാര്യർ. എപ്പോഴും എന്തൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. മാമു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ ബുൾഡോഗ് ബുൾഗ എന്ന് വെച്ച ആളാണ്. ശബരി വളരെ കഷ്ടപ്പെട്ട് മസിലുകൾ പെരുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എല്ലാവരുടെയും പ്രിയപ്പെട്ട. നിങ്ങൾ ഇത് കണ്ട് തെറ്റിദ്ധരിക്കരുത്. ആരുടെയും നേടലല്ല, ഇതൊരു മനുഷ്യൻ തന്നെയാണ്. ഇതാണ് സെറ്റപ്പ്. ഇതും നമ്മുടെ സ്വന്തം മനുഷ്യൻ. എന്താ യു ആഫ്രിക്കന് കഷ്ടപ്പെട്ട് പഠിക്കാനായിട്ട് സ്വകാര്യ പട്ടിണി ഇത് മലപ്പുറത്ത് നിന്ന് വന്ന പലതരം ഭാവങ്ങൾ കൊണ്ട് മാത്രം ലോകപ്രശസ്തനായ പച്ചാളം എന്ന പേരിൽ അറിയപ്പെടുന്ന നബീൽ പുള്ളോട്ട്, സൈക്കിൾ അസോസിയേഷൻ പ്രസിഡന്റും തമിഴ്നാട്ടിൽ നിന്ന് വന്ന ബാലാജി. ബുൾഗാൻ ഇന്നലെ വെച്ചതുള്ള ബുൾഗാൻ. ഇതാണ് റോയ്സ്. വേറെ ലവ് ബേർഡ്സ് ആണ്. ഇതാണ് മിസ്റ്റർ ജസ്റ്റിൻ എബ്രഹാം. ഈ ഇടയ്ക്ക് മാത്രമേ തല്ലട്ടെ ചെയ്തുള്ളൂ. ഓക്കെ, ദിസ് ഈസ് സനൽ രവീന്ദ്രൻ. പഞ്ചാരക്കുട്ടൻ എന്നാണ് അറിയപ്പെടുന്നത്. 8ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും പെൺകുട്ടികളോടാണ് ഇവന് താല്പര്യം. ഇവൻ മലപ്പുറത്ത് നിന്ന് വന്ന. ഇതാണ് ഉമ്മൻചാണ്ടി. പലതരം ഭാവങ്ങളും ഡയലോഗും കൊണ്ട് മലയാളികളുടെ ഏറെ പ്രിയങ്കരനായ ഉമ്മൻചാണ്ടി. ജിമിറ്റിന്റെ ഏറ്റവും പുതിയ ഭാവമാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഷഫീഖ് റഹ്മാൻ എന്തോ എഴുതുകയാണ് അവിടെ. പിന്നെ